കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഏകാദശിയെ പറ്റിയിട്ടാണ്. ഏകാദശി അപ്പോൾ 11ാമത്തെ ദിവസം. ഇവിടെ ഏകാദശി നോൽക്കുന്നത് ശരീരത്തിന്, ആരോഗ്യത്തിന് ഒക്കെ വളരെ നല്ലതാണ്. ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ സത്യദർശികൾ ഈ ശരീരം ആരോഗ്യമായി വെച്ചാലേ ആത്മബോധം നമുക്ക് കിട്ടും. അതിനുള്ള ഒരു കഴിവ്, സാധ്യത ശരീരത്തിന് വേണം. രോഗമുള്ള ദുർബലമായ ഒരു ശരീരത്തിലൂടെ സാധന ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്രതം നോറ്റ് ശരീരത്തിന് വേണ്ട മിനിമം രീതിയിൽ ഭക്ഷണം കൊടുത്ത് നമ്മൾ ഈ പരമസത്യത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏകം ദശം, 10ഉം 11ഉം, 10ഉം 1ഉം. ഈ ദശം എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഏകത്തെ ദർശിക്കണം, ഏകത്തെ അനുഭവിക്കണം, ഏകത്തെ ഓർമ്മിക്കുന്ന മാതിരിയുള്ള കർമ്മം ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്കത് സാധ്യമല്ല. ഏകാദശി വ്രതം നോറ്റ് ഒരു ദിവസം ഒരു പ്രാവശ്യം നോറ്റുകൊണ്ട് കിട്ടില്ല. ഇങ്ങനെ നോറ്റ് നമ്മൾ ആ പരമസത്യത്തിലെത്തണം. ആ ഏകത്തെ ദർശിക്കണം, ഈശ്വരനെ ദർശിക്കണം. ദശത്തിലൂടെ, 10 ഇന്ദ്രിയങ്ങളിലൂടെ. 10 ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുക, കാണാൻ പറ്റുന്നതല്ല പറയുന്നത്. ഈ 10 ഇന്ദ്രിയങ്ങളിലൂടെയും ഈ ഏകത്തെ, ഈശ്വരനെ, മഹാചൈതന്യത്തെ അനുഭവിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാവ്രതമാണ് ഏകാദശി. ഇന്ന് നമ്മൾ ഏകത്തെ ഒന്നും നമുക്ക് ബുദ്ധിയിൽ പോലും അറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ ഏകാദശി നോറ്റ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനും സുഖം കിട്ടും. പതുക്കെ ഈ തത്വം ഉറപ്പിച്ച് സാധന ചെയ്ത് കഴിഞ്ഞാൽ ആത്മസുഖവും വരാൻ കഴിയും. ദശത്തിൽ ഏകത്തെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആത്മാനുഭൂതിയിൽ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനുഭവം തുഞ്ചത്താചാര്യൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. കാരണം എല്ലായിടത്തും നമ്മൾ ദർശിക്കുന്നത് ഈശ്വരനെ ആയിരിക്കും. ഈ ഒരു പരമസത്യം അനുഭവിപ്പിക്കാനും അറിയാനും അനുഭവിപ്പിക്കാനുമാണ് ഏകാദശി വ്രതം. ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തെ ആരോഗ്യപ്പെടുത്താനാണ് ഒരു നേരാഹാരം അങ്ങനെ വ്രതത്തിലൂടെ പറഞ്ഞിരിക്കുക. അതൊരു വ്രതമാണ്, അതൊരു അനുഷ്ഠാനമാണ്. ഈ വ്രതവും അനുഷ്ഠാനവും ഇവിടെ ശാന്തി നൽകി നമുക്ക് ആ ഏകത്തെ 10 ഇന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളാണല്ലോ നമുക്ക് അനുഭവം തരുന്നത്, ആ 10 ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ അനുഭവവേദ്യമാക്കേണ്ടത് ഏക ചൈതന്യത്തെയാണ്, ഈശ്വരനെയാണ്. അപ്പൊ നമ്മുടെ ജീവിതം ധന്യമായി തീർന്നു. ഇവിടേക്ക് എത്തിക്കുന്നതാണ് ഏകാദശി. അപ്പോൾ അതിന് നമ്മൾ ഈ തത്വം അറിഞ്ഞിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. തത്വം അറിയാതെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ആരോഗ്യമൊക്കെ കിട്ടും, പക്ഷെ നമ്മൾ എത്തേണ്ടോടത്ത് എത്തില്ല, ആത്മതലത്തിൽ എത്താൻ വിഷമമാകും. അപ്പൊ ഏകാദശി, ഇതാണ് ഏകാദശിയുടെ തത്വം. ഇങ്ങനെ ഏകാദശി വ്രതം എടുത്ത 10ഉം അനുഭവവേദ്യമായാൽ അവിടെ നമ്മുടെ അനുഭവം എന്താ? സർവവും ഈശ്വരമയം എന്ന നമ്മൾ അനുഭവത്തിലെത്തും. ഭാഗവതത്തിൽ പറഞ്ഞ ഏകമേവ അദ്വിതീയം, എല്ലാം ഉണ്മൈ എന്ന് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഏകാദശി വ്രതം ഈ ഒരു തത്വം മനസ്സിലുറപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനം ചെയ്താൽ ശരീരസുഖവും കിട്ടും, നമുക്ക് ആത്മസുഖവും കിട്ടും. ഇനി യാതൊരു സംശയമില്ല. കാരണം സത്യദർശികൾ പറഞ്ഞ ഒരു അനുഷ്ഠാനമാണിത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അപ്പം നമുക്ക് ഉറപ്പാണ് ആത്മാ സാക്ഷാത്കാരം. അവസാനമെങ്കിലും നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ, ആത്മസാക്ഷാത്കാരം അനുഭവിച്ചില്ലെങ്കിൽ, ബുദ്ധിതലത്തിലെങ്കിലും നമുക്കതൊന്ന് അനുഭവിക്കാൻ കഴിയും. ഇതാണ് ഏകാദശി.